ഇവർ പറയുന്ന വിഷയങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? പുതിയ നിയമത്തിൽ ഈ വിഷയം എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ട് എന്ന് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഞാൻ പറഞ്ഞു, IPC സഭ എന്താണോ ഇതിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം എനിക്കുള്ളത്, വ്യത്യാസമില്ല. ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴും വലിയ അബദ്ധമായിരുന്നു. ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതിയ നിയമത്തിൽ നിന്ന്? മനസ്സിലായില്ലേ? ആഭരണം ഉപേക്ഷിച്ചത് വലിയ അബദ്ധമായിപ്പോയി. അതുകൊണ്ടാണോ ആളുകൾ വിശ്വാസത്തിലേക്ക് വരാത്തത്? നല്ല മനസ്സോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാര്യം പിടികിട്ടും. ഉദാഹരണമായി പറയാം, രാഷ്ട്രീയം, കസേരകളി, ജീവിതമില്ലായ്മ, ആഡംബര ജീവിതം, ബാക്കിയെല്ലാം സ്വയം പൂരിപ്പിച്ചാൽ മതി. ബഹുമാനപ്പെട്ട KCയോട് ചോദിക്കട്ടെ, ആഭരണ ഉപദേശം വലിയ അബദ്ധമായി പോയിയെങ്കിൽ വചനത്തിനു വേണ്ടി മാത്രം നിൽക്കുന്നു എന്ന് ഉപദേശിച്ച ദർശനമുള്ള പിതാക്കന്മാർ എന്തിന് ഈ അബദ്ധോപദേശം കൊണ്ടുവന്നു? ഇന്നാണോ ഇതെല്ലാം അബദ്ധമായി തോന്നിയത്? ഇനിയും വല്ല അബദ്ധോപദേശങ്ങളും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം സാർ. എന്തായാലും ഹല്ലേലൂയക്കാരൻ താങ്കളുടെ മനസ്സ് തുറന്നതുകൊണ്ട് ഉള്ളിലിരിപ്പ് പുറം ലോകം അറിഞ്ഞു. വിശ്വാസജീവിതം ഉണ്ടായിരുന്നപ്പോൾ ആഭരണധാരണം തെറ്റായിരുന്നു. സമ്പന്നന്മാരായപ്പോൾ ആഭരണം ഊരിയതെല്ലാം അബദ്ധമായി പോലും. കഷ്ടം. സിയാറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്ന ഫിലദൽഫിയ സഭയായിരുന്നു. ആ ലോക്കൽ സഭയുടെ ചുമതലയിലായിരുന്നു ബൈബിൾ കോളേജ്. അവിടെയാണ് സ്നാനപ്പെടുന്നവരെ ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല. അതിന് ആഭരണം നീക്കണം എന്നൊരു ഉദ്ദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. 70-ാം ആണ്ടിൽ അവിടെ പഠിച്ച് 72-ാം ആണ്ടിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ വേല കേരളത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിനോട് പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നു, ആഭരണം ഊരണമെന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ: IPCയിലെ പാസ്റ്റർമാരായ PM ഫിലിപ്പ്, TG ഉമ്മൻ, പാസ്റ്റർ KE അബ്രഹാം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ നീ പഠിപ്പിച്ചാൽ മതി. സായിപ്പന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയണ്ട. അങ്ങനെ ഞാൻ ആ ചിന്തയിലേക്ക് വന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചതും. 500-ൽ പരം വിശ്വാസികൾ ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭയിലുണ്ട്. ഇവിടെ ഒരാളെ പോലും ആഭരണം ഇട്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടില്ല. ഇവിടെ എൻ്റെ ജീവ അനുഭവങ്ങളെക്കുറിച്ച് ഹല്ലേലൂയയുടെ പ്രവർത്തകരും എൻ്റെ സ്നേഹിതനായ ചമുഞ്ഞലന്തൂരും സാങ്കുട്ടിയാക്കോയും വന്ന് സംസാരിച്ചപ്പോൾ ഓരോ ആഴ്ചയിലും ജീവിത അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചെങ്കിലും അവരതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആഭരണത്തിൻ്റെ വിഷയം വന്ന ഒരു ഭാഗം മാത്രം പെട്ടെന്ന് പെന്തക്കോസ്തുകാരിൽ പലരെ തട്ടിയുണർത്തുകയും യൂട്യൂബുകാരും പരിഹാസികളായ ആളുകളും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ആഭരണം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വേർപെട്ട് കൂട്ടായ്മ അടിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി പോരുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരവരുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമാണ് എനിക്കിനി ആഭരണം വേണ്ട, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, എൻ്റെ ശരീരം ആഭരണം കൊണ്ട് അലങ്കരിക്കേണ്ട അവർ തീരുമാനിക്കുന്നു. ഇതാണ് എൻ്റെ പഠിപ്പിക്കുക. അതിന് വിപരീതമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. സ്നാനപ്പെട്ടവർ ആഭരണം വർജിക്കുക എന്നത് ചെയ്തു പോരുന്നൊരു കാര്യമാണ്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനില്ല. നിങ്ങളുടെ പ്രതിഷ്ഠയിൽ നിങ്ങൾ നിലനിൽക്കുക. നിങ്ങളങ്ങനെ പ്രതിഷ്ഠിച്ചവരാണെങ്കിൽ ആ പ്രതിഷ്ഠയിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വിഷമമുണ്ടായെങ്കിൽ അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏറ്റവും വലിയ ഭക്തനാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പറയണം, ആവരണം ഇടാൻ നോക്കുകയോ, കാരണം എനിക്ക് ഒരു ഇടിവളയുണ്ട്, ഇടിവള ഇടണം.
ബന്ധിക്കോസുകാരൻ്റെ അകത്ത് അവൻ ആഭരണം ഉപേക്ഷിച്ചെങ്കിലും ഇടിവിള കിടക്കുക, ഇടിവിള കയ്യേലിട്ടുകൊണ്ട് നടക്കാനുള്ള മോഹം അവൻ്റെ അകത്തുണ്ട്. പുറമേ അവൻ ആഭരണം ഊരിയിരിക്കുകയാണ്. അതൊന്നും ആത്മീയമല്ല, അല്ല സാത്താന്യമാണ്, ദൈവികമല്ല. ദൈവികമായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഒരാൾ ആവരണം വീഴ്ചെങ്കിൽ അയാളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായം അതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 4 സുവിശേഷങ്ങൾ വായിക്കണം. അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കൽപ്പനയുണ്ടോ? കൽപ്പനയില്ല. എന്നാൽ യേശുക്രിസ്തു കൽപ്പിക്കുകയും അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ അനുസരിക്കുകയും വീണ്ടും കൽപ്പനാരൂപത്തിൽ ലേഖനങ്ങൾ പറയുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഉള്ള അത്രയും പ്രാധാന്യം, ശക്തി ആഭരണം ഉപേക്ഷിക്കുന്നതിൽ കൊടുത്തിട്ടില്ല. അത് പരമ്പരാഗതമായി കിട്ടിയ ധാരണകളാണ്, പ്രബലമായ ധാരണയാണ്. ആഭരണം ധരിക്കുന്നത് പാപമാണ്. അങ്ങനെ കേരളത്തിലെ പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ പ്രബലമായ ധാരണയാണ് ആഭരണം ധരിക്കുന്നത് പാപമാണ്, ആഭരണം ധരിക്കരുത്. അത് ധാരണയെന്നായി ആ ധാരണ പിന്തുടർന്നു വരും. ആ ധാരണയെ എതിർക്കാനൊക്കത്തില്ല. കാരണം ഇത് ഒരു പ്രായോഗികമായിട്ട് ചെയ്തു വരിക തലമുറകളായിട്ട്. പെട്ടെന്ന് അതൊന്നും ബുദ്ധിപരമായി ആലോചിച്ച് അതിൻ്റെ പരിഹാരം കാണാനൊക്കത്തില്ല. ആ ധാരണ തുറന്നു പോകും. പക്ഷേ ഇത് ഈ കേരളത്തിലെ കുറേ മലയാളികൾ ഉണ്ടാക്കി വെച്ചതാണ് ഈ ആഭരണ വർജനം. എല്ലാവരും പറയുന്നത് കേരളത്തിലെ കുറേ മലയാളികൾ ഉണ്ടാക്കി വെച്ച. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോയി നോക്ക്, വിദേശ രാജ്യങ്ങളിൽ പോയി നോക്ക്, ഇവിടെയൊക്കെ പറച്ചിൽ കേട്ടാത്തൊന്നും മലയാളി മാത്രമേ സ്വർഗത്തിൽ. ഇതെല്ലാം അറിവില്ലായ്മയാണ്. അമേരിക്ക ഞാൻ പോയിട്ടുണ്ട്, UK ഞാൻ പോയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം അടിസ്ഥാന പ്രമാണം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭകൾ ഇവിടെ എല്ലാം ഉണ്ട്. പൂർണ്ണമായ ആഭരണ വർജനം നടത്തി ദൈവത്തെ ആരാധിക്കുന്ന ഇംഗ്ലീഷ് ചർച്ച അമേരിക്കയിലുണ്ട്. നിങ്ങൾക്ക് ബന്ധങ്ങളോ സ്വന്തക്കാരുണ്ടോ? വിളിച്ചു ഒരുങ്ങേര് പറഞ്ഞ ശരിയാണോ? ഉണ്ട്. അതുകൊണ്ട് ഇത് മലയാളിയുടെ കണ്ടുപിടുത്തമല്ല. ആഭരണധാരണം തെറ്റോ ശരിയോ എന്ന ഒരു പഠന പരമ്പര യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടു നോക്കൂ, എന്നിട്ട് പറയൂ പിതാക്കന്മാർക്ക് അബദ്ധം പറ്റിയതാണെന്ന്. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ആളുകളെക്കൊണ്ട് നിറയ്ക്കുന്നതാണോ ദൈവസഭ, അതോ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണോ? ആഭരണം ധരിക്കാം എന്ന് പറയുന്ന അമേരിക്കക്കാരും ഇന്നത്തെ ന്യൂജൻ സഭകളുമാണോ ബൈബിൾ എഴുതിയത്? അല്ല, ആഭരണധാരണം തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന വേർപാടുകാരും പെന്തക്കോസ്തുകാരുമാണോ ബൈബിൾ എഴുതിയത്? അങ്ങ് പറഞ്ഞല്ലോ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വേർപാട് ഉപദേശം ഞാൻ എന്റെ സഭയിൽ പഠിപ്പിക്കുന്നു എന്ന്. എന്താണ് വേർപാട്? ലോക മനുഷ്യരെപ്പോലെ ആഭരണ വിഭൂഷിതരായി അലങ്കരിച്ചു നടക്കണമെന്നാണോ? നടക്കാമെങ്കിൽ ഇടിവളയും താലിയും മിന്നും രൂപങ്ങളുള്ള മാലയും കമ്മലും ധരിക്കുവാൻ അനുവദിക്കണം. ഇന്ന് ലോകത്ത് രൂപങ്ങൾ അഥവാ രൂപകൽപ്പന ചെയ്യാത്തൊരാഭരണങ്ങൾ പോലും ഇല്ല എന്നും കൂടെ ജോൺസാറ് മുതൽ എല്ലാ നേതാക്കന്മാരും അറിയണം. ഉദാഹരണം: പുലിനഖം, വാൾ, കുന്തം, പുട്ടുകുറ്റി, ജമ്പേഴ്സ്, സിൻഡ്രല്ല, മാട്ടി, കരിമണിമാല, കോറൽ താരം, ഇളക്കത്താലി, കല്ലുകളും സ്വർണവും ചേർന്ന പാലയ്ക്കമാല, മുല്ലമുട്ടുമാല, മാങ്ങമാല, ജിമിക്കി കമ്മൽ, ഒറ്റക്കല്ല് കമ്മൽ, പൂക്കളുടെ ഡിസൈൻ, കുടയുടെ രൂപമുള്ള കമ്മൽ, കുത്തൻ മീനാർ ഡിസൈൻ. പണ്ടുകാലങ്ങളിലെ സ്വർണമാലകളും വരവുമാലകളും ഒരു ചങ്ങലയുടെ രൂപത്തിലായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള മാലകളുണ്ട്. ഇന്ന് അനവധി ഫാഷനിൽ നിർമ്മിച്ചു ധരിക്കുന്നു എന്ന് മാത്രം. ഈ മാലയുടെ പൈശാചിക രഹസ്യം മനസ്സിലാക്കിയാൽ വിശ്വാസികൾ ആഭരണം ധരിക്കുവാൻ ഭയപ്പെടും. ഇതുപോലുള്ള ആഭരണങ്ങളിൽ ചില ഒളിഞ്ഞിരിക്കുന്ന ദുരാത്മശക്തികളുടെ വ്യാപാരമുണ്ടെന്നും ആഭരണം ഒരു ബന്ധനമാണ് എന്നതിനൊക്കെ ഒരു തെളിവാണ് അന്യനാമങ്ങളിൽ നിർമ്മിതമായ ചില ആഭരണങ്ങൾ. മിന്ന് അഥവാ താലി ഇന്നവയിൽ ചില മതസ്ഥർ നാഗം, ഇല മുതലായ മറ്റു രൂപങ്ങളിൽ സൃഷ്ടിക്കുന്നു. ക്രിസ്ത്യാനികളുടെ താലിയിൽ കുരിശുരൂപം നിർമ്മിക്കുന്നു. ചാന്ദ്ബാലി അർദ്ധചന്ദ്രന്റെ ആകൃതിയുള്ള മാലകൾ, കാശുമാല ലക്ഷ്മിദേവിയുടെയോ മറ്റു രൂപങ്ങളോ പതിപ്പിച്ച സ്വർണ്ണ നാണയങ്ങൾ കോർത്ത പരമ്പരാഗത മാലകൾ, ടെമ്പിൾ ജ്വല്ലറി വളകൾ, ദൈവങ്ങളുടെ രൂപങ്ങളും ക്ഷേത്രകലകളും കൊണ്ട് നിർമ്മിച്ച പല ആഭരണങ്ങൾ. ഒരിക്കൽ പാസ്റ്റർ M.A. വർഗീസ് പറഞ്ഞ ഒരു അനുഭവകഥ ഒന്ന് കേൾക്കണം. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷൻ, കൃത്രിമമായ സൗന്ദര്യവർദ്ധനവിനുള്ള ആകാംക്ഷ കൊടുക്കുന്നത് ഞാനാണ്, അത് എൻ്റെ അവകാശമാണ്. ആ സ്ത്രീ അതെടുത്തെറിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഭൂതമൊന്നും പോയില്ല,
കുഞ്ഞ് ചാകുന്നതിന് മുന്നമേ പെട്ടെന്ന് അന്നേക്കന്ന് ഞാൻ സിസ്റ്റർ മേരി ഗോവൂരിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, കൊച്ചമ്മ ഇങ്ങനൊരു കേസുണ്ട്. കൊച്ചമ്മ പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരു വണ്ടി എടുത്ത് അവരെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാൻ എടുത്ത് ഈ വേലക്കാരത്തി സ്ത്രീയുടെ കോഴ്സ് അവിടെ പേരൻസിൻ്റെ പെർമിഷനോടുകൂടെ അവിടെ കയ്യും കാലും കെട്ടി അവളെ വാനിനകത്താക്കി ഈ കുടുംബവുമായി തിരുവല്ലയിൽ കോവൂര് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ആ ഭൂതം വിട്ടുപോകുന്നത്. ആ മോൻ ഇന്നൊരു MBBS ഡോക്ടറാണ്. MBBS അല്ലായിരിക്കും, അതിൻ്റെ മേളിലോട്ട് ഒത്തിരി കൂടെ പഠിച്ചു കാണും. അവൻ ഇന്നൊരു ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പേരും പറയുന്നില്ല, ഞാൻ കണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷൻ മനുഷ്യൻ്റെ വകയല്ല, അതിൻ്റെ പുറകിൽ ഒരു വ്യാപാര ശക്തിയുണ്ട്. ഇതും കൂടെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇതുകൊണ്ടാണ് ആഭരണങ്ങളെക്കുറിച്ച് തൊട്ട് കഴിയുമ്പോൾ പലരും ഹരിശപ്പെടുന്നത്. ഭൂമിയിൽ ഇതുകൊണ്ട് ഒരു ഗുണം ആർക്കും ഉള്ളതല്ല, പക്ഷേ ഇതിന് അകത്തിൻ്റെ അകത്ത് ആത്മാവിൽ എങ്ങാണ്ടൊരു ബന്ധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിനു മുൻപ് ആഭരണം ഊരുവാൻ ദൈവാത്മാവ് പറഞ്ഞ സാക്ഷ്യങ്ങൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ മാലകൾ സ്വയം ഊരിയ സംഭവങ്ങൾ, കഴുത്തിലെ മാല പാമ്പുപോലെ തോന്നിയപ്പോൾ പലരും ഊരിമാറ്റിയ അനുഭവങ്ങൾ, ആഭരണങ്ങൾ ധരിച്ച ശരീരഭാഗങ്ങൾ തീ പോലെ ചൂടായപ്പോൾ വലിച്ചെറിഞ്ഞ ചരിത്രങ്ങൾ, ഇതെല്ലാം ഓരോരുത്തരും സ്വയം ചെയ്തതാണ്. പുതിയ നിയമത്തിൽ ആഭരണവർജനത്തിന് ഉപദേശമുണ്ടായിട്ടും അങ്ങനെയൊരു ഉപദേശമില്ല എന്ന് പറയുന്നത് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെയും പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുടെയും അർത്ഥം ശരിയായ ദിശയിൽ പഠിക്കാത്തതുകൊണ്ടല്ലേ? കാരണം പൊന്നും മുത്തും എന്നിവ കൊണ്ടല്ല എന്ന് പഠിപ്പിച്ചാൽ വിലയേറിയ വസ്ത്രം, തലമുടി പിന്നുന്നത് എന്നതിലെല്ലാം മറുപടി പറയുവാൻ ഭയക്കുന്നതുകൊണ്ടല്ലേ? പഴയകാലത്ത് ഇന്നുള്ള ആധുനിക സംവിധാനങ്ങളില്ലാതിരുന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൽ ഈ വചനങ്ങൾ മോശ കൽപ്പിച്ച വചനത്തിന്റെ തുടർച്ചയായി അംഗീകരിച്ചു, വിശ്വാസികളെ ഉപദേശിച്ചു. ഇന്ന് സെർച്ച് ചെയ്താൽ സകല കാര്യങ്ങളും അറിയുവാൻ ഒരു കൈത്തുമ്പ് മാത്രം മതിയില്ലേ സാർ? എന്നിട്ടും ആരും അത് ശ്രമിക്കാത്തതിന്റെ കാരണം ലോകവും അതിന്റെ പ്രതാപങ്ങളും സാത്താൻ നമ്മെ കാണിച്ച് വഞ്ചിച്ചതുകൊണ്ടല്ലേ? ആഭരണധാരണം തെറ്റാണ് എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി പറഞ്ഞിട്ടും താങ്കളെപ്പോലെയുള്ളവരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ബൈബിൾ എന്തു പറയുന്നു? അതല്ലേ ഒരു സത്യസന്ധനായ ലീഡർ പഠിപ്പിക്കേണ്ടത്? ഇവിടെ പിന്നിയ മുടിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ മുടി നന്നായി മെടഞ്ഞ് ഒതുക്കിക്കെട്ടി യോഗ്യമായി നടക്കുന്നതിനെക്കുറിച്ചല്ല, കൃത്രിമമായ ഒരുതരം പിന്നിയ മുടിയെക്കുറിച്ചാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞ ഈ മുടി എന്താണ് എന്നും ഈ വചനങ്ങളുടെ കൃത്യമായ അർത്ഥങ്ങൾ എന്ത് എന്നും വളരെ ശ്രദ്ധാപൂർവം വചന അടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നിയ മുടിയെക്കുറിച്ച് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എംബ്ലോക്കെ എന്നാണ്. ഇതിന്റെ അർത്ഥം സങ്കീർണമായ രീതിയിൽ മുടി കെട്ടിവെക്കുകയോ മെടയുകയോ ചെയ്യുക എന്നാണ്. ഇവിടെ പ്രാചീനകാലത്ത് തലയിൽ ധരിക്കുവാൻ സ്വർണം, വെള്ളി, വിവിധ മുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പിന്നിയ തലമുടി ധരിക്കുന്നതിനെ പരാമർശിച്ചാകുന്നു. മൂലഭാഷയായ ഗ്രീക്കിൽ പ്ലെഗ്മ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വിവിധ തരം ചായങ്ങൾ പൂശിയ മുടി എന്നാണ്. യെശയ്യാവ് 3-ാം അധ്യായം 20-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും നന്നായി അലങ്കരിച്ച മുടി, തലമുടികൾ, അലങ്കരിച്ച മുടി പണ്ടുള്ളവർ ധരിച്ചിരുന്നതായി തെളിവുകൾ തരുന്നുണ്ട്. മലയാള ഭാഷയിൽ കൃത്രിമമായി അലങ്കരിച്ചു വയ്ക്കുന്ന ഈ മുടിക്ക് പുരികുഴൽ എന്നും പറയുന്നുണ്ട്. അവിടെ ആഡംബരമായി മുടി കെട്ടിവെക്കുന്നതിനെക്കുറിച്ചും എന്നാൽ ദൈവകോപം വരുമ്പോൾ ആ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും പറയുന്നു. പുരികുഴലിനു പകരം കഷണ്ടിയുണ്ടാകും. ഇവിടെ അന്നത്തെ കാലത്തെ സ്ത്രീകൾ മുടി വളരെ ഭംഗിയായി പിരിച്ചുകെട്ടി അലങ്കരിച്ചിരുന്നതിനെയാണ് പുരികുഴൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. യെശയ്യാവ് 3-ാം അധ്യായം 24-ാം വാക്യം. പുതിയ നിയമത്തിന്റെ പല ഭാഷാന്തരങ്ങളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യാതൊരു വസ്ത്രവും ധരിക്കരുത് എന്നല്ല, മനോഹരമായ വസ്ത്രങ്ങൾ, ആഡംബര വസ്ത്രങ്ങൾ എന്നാണ് മിക്ക ബൈബിൾ ഭാഷാന്തരങ്ങളിലും കാണുന്നത്. വിലയേറിയ വസ്ത്രത്തിന് എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ പോളിറ്റെലി എന്നാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. In a similar spirit, women should dress themselves modestly and prudently in attire that is becoming, not adorned with braided hair and gold or pearls or expensive clothes, but with good works. സമാനമായ ഒരു ആത്മാവിൽ സ്ത്രീകൾ എളിമയോടും വിവേകത്തോടും കൂടി പിന്നിയ മുടി, സ്വർണം, മുത്തുകൾ, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെടുന്നതിനു പകരം സൽപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കണം. I would like for women to wear modest and sensible clothes. They should not have fancy hairdos or wear expensive clothes or put on jewelry made of gold or pearls. Contemporary English version. സ്ത്രീകൾ എളിമയുള്ളതും വിവേകപൂർണവുമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ആഡംബരപൂർണമായ ഹെയർ സ്റ്റൈലുകൾ ധരിക്കരുത്, അല്ലെങ്കിൽ വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കരുത്, സ്വർണമോ മുത്തുകളോ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ ധരിക്കരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ന്യൂ കിങ് ജെയിംസ് വേർഷൻ. Do not let your beauty be that outward adorning of arranging the hair, of wearing gold, or of putting on fine apparel. നിങ്ങളുടെ സൗന്ദര്യം സ്വർണം കൊണ്ടുള്ള മുടി പിന്നുന്നതും മോടിയുള്ള വസ്ത്രം ധരിക്കുന്നതും പോലുള്ള ബാഹ്യമായ അലങ്കാരമായിരിക്കരുത്.
Your beauty must not be the outer beauty of fancy hairdos, wearing gold jewelry, or expensive clothes. Simple English. നിങ്ങളുടെ സൗന്ദര്യം ഫാൻസി ഹെയർഡോസിന്റെയോ സ്വർണ്ണാഭരണങ്ങളുടെയോ വിലകൂടിയ വസ്ത്രങ്ങളുടെയോ ബാഹ്യ സൗന്ദര്യമായിരിക്കരുത്. കത്തോലിക്ക ബൈബിൾ, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. പിന്നിയ മുടിയോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെത്തന്നെ അലങ്കരിക്കരുത്. ഓശാന ബൈബിൾ, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. പിന്നിയ മുടി, സ്വർണ്ണാഭരണങ്ങൾ, വിശിഷ്ട വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യമോടികളായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവുമധികം വിശ്വസിക്കാവുന്ന ഒരു ഭാഷയാണ് യേശുവിന്റെയും ശിഷ്യന്മാരുടെയും മാതൃഭാഷയായ അരാമിക്. അരാമിക് ഭാഷയിൽ ഈ വിഷയം പഠിപ്പിക്കുന്നത് വലിയ ഗൗരവത്തോടും ആജ്ഞയോടും കൂടിയാണ്. ദൈവഭക്തി അവകാശപ്പെടുന്ന സ്ത്രീകൾക്ക് യോജിച്ച ആഭരണം എന്നത് പൊന്നോ വിലയേറിയ വസ്ത്രങ്ങളോ അല്ല, മറിച്ച് നല്ല പ്രവൃത്തികളാണ് എന്നാണ്. പ്രധാന പോയിന്റ് ലൗകികമായ ആഡംബരത്തേക്കാൾ ദൈവത്തോടുള്ള ഭക്തിപ്രവൃത്തികളിലൂടെ കാണിക്കണം എന്നാണ് അരാമിക് വചനം അർത്ഥമാക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ സ്ത്രീകളുടെ ബാഹ്യമായ അലങ്കാരത്തെക്കുറിച്ച് പത്രോസ് അപ്പസ്തോലനും സമാനമായ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. അരാമിക് പതിപ്പിൽ ഈ ഭാഗം വിവരിക്കുന്നത് നിങ്ങളുടെ അലങ്കാരം എന്നത് തലമുടി പിന്നുന്നതോ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതോ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ആയ ബാഹ്യമായ കാര്യങ്ങൾ ആകരുത് എന്നാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ മൂലഭാഷയിലുള്ള ഗ്രീക്ക് അരാമിക് വാക്യങ്ങളും അവയുടെ മലയാളം അർത്ഥവും നൽകുന്നു. ഗ്രീക്ക് മൂലഭാഷയിൽ പറയുന്നു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമായ ബാഹ്യമായ ഒന്നാകരുത്. പുതിയ നിയമത്തിൽ ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും ധരിക്കരുത് എന്ന് ഇതിലും വലിയ തെളിവുകൾ നമുക്ക് വേണോ? ആഭരണധാരണത്തെക്കുറിച്ച് കാണുന്ന വചനങ്ങളെല്ലാം നാം കൂട്ടിക്കുഴയ്ക്കാതെ 3-ആയി തരംതിരിച്ചു പഠിച്ചാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. 1. മോശയ്ക്ക് മുമ്പ് ധരിച്ചിരുന്നവർ. അന്ന് ആഭരണം ദൈവം വിലക്കിയിരുന്നില്ല. 2. മോശയ്ക്ക് കൽപ്പന കൊടുത്ത ശേഷം ഉപേക്ഷിച്ചവർ. അന്നു മുതൽ അവർ ആഭരണം ധരിച്ചില്ല. 3. ധരിക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതികരണം വിമർശനങ്ങൾ മാത്രമായിരുന്നു. അതുപോലെ അക്ഷരാർത്ഥത്തിൽ ധരിച്ചതും പ്രതീകാത്മകമായി ധരിപ്പിച്ചതും ആത്മീയ അർത്ഥത്തിൽ ധരിക്കുന്നതും കണ്ടുപിടിച്ചാൽ എല്ലാ സംശയങ്ങളും മാറും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധിയും വേർപാടും പാലിച്ചതിനാൽ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർക്കുണ്ടായ അതേ നിന്ദകളും ദുഷികളും പീഡനങ്ങളും ഈ പിതാക്കന്മാർ കേൾക്കേണ്ടി വന്നു. എന്നാൽ ഇന്നോ ദൈവമക്കളെന്ന് സ്വയം അഭിമാനിക്കപ്പെടുന്ന ചിലരെ ആരും പകയ്ക്കുന്നില്ല. എല്ലായിടത്തും സ്വാഗതത്തിന്റെ പൂമാലകൾ മാത്രം. ദൈവവചനപ്രകാരം ലോകത്തിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ പാലിച്ച വേർപാടും വിശുദ്ധിയും അവർക്കിന്നില്ല. വിശ്വാസികളുടെ പുറംചട്ട അണിയുന്ന ഈ കൂട്ടരെയും ലോകക്കാരെയും തിരിച്ചറിയുവാൻ പ്രയാസമാണ്. ഇന്നവർ വേഷവിധാനങ്ങളിൽ പോലും ലോകത്തോട് ഇടകലർന്നിരിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാർ വിവിധ ത്യാഗങ്ങളിലൂടെ സമ്പാദിച്ച ആത്മീയ സമ്പത്ത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെപ്പോലെ ലോകത്തിന് അവർ വിറ്റുകളയുന്നു. എബ്രായർ 12-ാം അധ്യായം 16-ാം വാക്യം. പകരം ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്നിവകൾ അവർ കൈമാറിയിരിക്കുന്നു. ധനസമൃദ്ധിയും സുഖസൗകര്യങ്ങളും കൈവന്നിരിക്കുകയാൽ വിശുദ്ധിയും വേർപാടും പാലിക്കാത്തൊരു മനസ്സ് അവർക്കിന്നുടലെടുത്തിരിക്കുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാക്കാതെ ജീവിക്കുന്ന ദൈവമക്കൾ ഇന്നുമുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് 3-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇന്നത്തെ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന സഭകളെക്കുറിച്ച് വചനം പറയുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നു പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നും ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഞ്ഞുകളയും എന്നുമാണ്. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം കാണുമ്പോൾ എഫെസ്യർ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നതുപോലെ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചുകളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ പ്രാണപ്രിയനായ കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങാം. ലോകത്തിലേക്കും അതിന്റെ മോഹങ്ങളിലേക്കും നോക്കി ഉപ്പുതൂണായിപ്പോയ ലോത്തിന്റെ ഭാര്യയെപ്പോലെ ഇന്ന് ദർശനം നഷ്ടപ്പെട്ട് കസേരയ്ക്കും സിംഹാസനത്തിനും വേണ്ടി കടിപിടികൂടി സർവ്വലോകത്തിന്റെയും പ്രതാപങ്ങൾ നേടുവാൻ ലോകത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരെ നോക്കാതെ പരമവിളിയുടെ വിരുദിനായി നാം ഓടുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.